വനിതാ ഏകദിന ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരായ സെമിയിൽ പ്രതിക റാവലിന് പകരം ഷെഫാലി വർമ്മയെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിനെതിരായ മത്സരത്തിനിടയിലാണ് പ്രതികയ്ക്ക് പരിക്കേറ്റത്. ഒരു വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ് ഇന്ത്യയുടെ ഏകദിന ടീമിൽ ഷെഫാലി തിരിച്ചെത്തിയത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് കിലാഫ് അഹമ്മദാണ് വരുന്നത്. കിലാഫെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഷെഫാലി ടീമിൽ വരുമ്പോൾ എത്രത്തോളമാണ് പ്രതീക്ഷ? ഗുഡ് മോർണിംഗ് സേതു. നമുക്കറിയാം ഷെഫാലി വർമ്മ ഒരു മികച്ച പ്ലെയർ തന്നെയാണ്. യുവതാരങ്ങളിൽ ഏറ്റവും മികച്ച ഒരു പ്രകടനം തന്നെയാണ് ഷെഫാലി വർമ്മ ഈ ഒരു കുറഞ്ഞ കാലയളവിൽ തന്നെ ഇന്ത്യക്കായി കാഴ്ചവെച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഒരു വർഷത്തിന് ശേഷമാണ് ഏകദിന ടീമിലേക്ക്, അതായത് 2024 ഒക്ടോബറിലാണ് അവസാനമായി ഇന്ത്യയുടെ ഏകദിന ടീമിൽ ഷെഫാലി വർമ്മ അവസാനമായി കളിച്ചത്. ഇതിനുശേഷം ഒരു മോശം പ്രകടനത്തെ തുടർന്ന് താരത്തിനെ പുറത്തിരുത്തുകയായിരുന്നു. കൂടാതെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് വനിതാ ഏകദിന ടീമിന്റെ ഈ ഒരു 15 ടീമിനെയും അതേപോലെ തന്നെ റിസർവ് ടീമിനെയും പ്രഖ്യാപിച്ചപ്പോൾ ഷെഫാലി വർമ്മയെ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. റിസർവ് ടീമിൽ പോലും ഷെഫാലി വർമ്മയെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇതിനെതിരെ വലിയൊരു വിമർശനം തന്നെ ഒരു സെലക്ഷൻ കമ്മിറ്റി അടക്കം നേരിട്ടിരുന്നു. എന്തായാലും ഇപ്പോൾ ടെക്നിക്കൽ കമ്മിറ്റി, അതായത് വനിതാ ഏകദിന ലോകകപ്പിന്റെ ടെക്നിക്കൽ കമ്മിറ്റിയാണ് ഇന്ത്യ ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. പരിക്കേറ്റ പ്രതിക റാവലിന് പകരമായി ഷെഫാലി വർമ്മയെ ടീമിൽ ഉൾപ്പെടുത്താൻ അനുവദിക്കണമെന്ന രീതിയിൽ ടെക്നിക്കൽ കമ്മിറ്റിയിൽ ഒരു അപേക്ഷ സമർപ്പിച്ചതിൽ ഈ അപേക്ഷ ടെക്നിക്കൽ കമ്മിറ്റി അംഗീകരിച്ചതോടെയാണ് ഷെഫാലി വർമ്മ വനിതാ ലോകകപ്പിലേക്ക് എത്തുന്നത്. താരത്തിന്റെ ഈ ഒരു ഇന്ത്യ എ ടീമിൽ, അതായത് ഓസ്ട്രേലിയക്കെതിരെയും അതേപോലെ തന്നെ ന്യൂസിലാൻഡ് എക്കെതിരെയും ഇന്ത്യൻ എ ടീമിനായി മികച്ച ഒരു പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. അതായത് 2 അർദ്ധ സെഞ്ചുറികളാണ് താരം കുറിച്ചത്. അതേപോലെ തന്നെ വിമൻസ് പ്രീമിയർ ലീഗിലും വനിതാ പ്രീമിയർ ലീഗിലും താരം ഹരിയാനയ്ക്കായി മികച്ച ഒരു പ്രകടനം തന്നെ കാഴ്ചവെച്ചത്. ഇതൊക്കെ കാരണമാണ് ഇന്ത്യൻ ടീമിലേക്ക് വീണ്ടും ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തിയത്. അതേപോലെ തന്നെ പ്രതിക റാവലിന് ബംഗ്ലാദേശിനെതിരായ മത്സരത്തിലാണ് പരിക്കേറ്റത് സേതു. എന്തായാലും സ്മൃതി മന്ദാനയും ഷെഫാലി ആയിരിക്കും ഈ അടുത്ത ഓസീസിനെതിരെ മത്സരം ഓപ്പൺ ചെയ്യുക സേതു. ഓക്കെ കിലാഫ്. അപ്പോൾ കിലാഫ് അഹമ്മദാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളൊക്കെ നൽകിയത്.